സിനിമാ നയരൂപീകരണത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ 2 ദിവസത്തെ സിനിമാ കോൺക്ലേവിന് തുടക്കമായി. നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര മാറ്റങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന സിനിമാ നയ കരട് രൂപരേഖയുടെ പകർപ്പ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അന്തിമ സിനിമാ നയരൂപീകരണം പൊതുജന അഭിപ്രായം കൂടി സ്വീകരിച്ച ശേഷമെന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ആ വാക്കുകൾ കേൾക്കാം. കേരള സ്റ്റോറിക്ക് ലഭിച്ച 2 പുരസ്കാരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷഭാഷയിൽ ഉദ്ഘാടന വേദിയിൽ വിമർശിച്ചു. ചിത്രം പരസ്പരം സ്പർദ്ധ വളർത്തുന്നതിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. രാസലഹരിയും വയലൻസും കുത്തിനിറയ്ക്കുന്ന സിനിമകൾ വർദ്ധിക്കുന്നുവെന്നും ഇന്ന് വിമർശനം ഉയർന്നിരുന്നു. സിനിമാ പ്രവർത്തകർ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ VS അനു നൽകും. അനു, എന്താണെങ്കിലും സമഗ്രമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് ആദ്യത്തെ കാര്യം. മാത്രമല്ല, നമ്മളിന്ന് VS അനു തന്നെ ഇന്ന് ഈ നയരൂപീകരണത്തിൻ്റെ പകർപ്പ് കരടിൻ്റെ പകർപ്പ് ന്യൂസ് മലയാളം ഇന്ന് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന സമഗ്രമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? സമഗ്രമായി തന്നെ സംഗീത, നമുക്കറിയാം, ഹേമ കമ്മിറ്റി പുറത്തുവിട്ട വലിയ ഒരു ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു നയരൂപീകരണത്തിലേക്ക്, ഒരു നിയമരൂപീകരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന ആശാവഹമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നിപ്പോൾ 2 ദിവസത്തെ സിനിമ നയരൂപീകരണ കോൺക്ലേവിനാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിയമസഭാ കെട്ടിടത്തിൽ ഇന്ന് നിയമസഭയിൽ നടക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ നയരൂപീകരണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത്. മോഹൻലാൽ, അതുകൂടാതെ തന്നെ സുഹാസിനി, മണിരത്നം ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഏറ്റവും പ്രധാനം, 500-ലേറെ സിനിമ വിവിധ മേഖലകളിലുള്ള ആളുകളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. സമഗ്രമായ ഒരു മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാക്കുക, അതിനൊരു നയരൂപീകരണവും നിയമവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കോൺക്ലേവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഏതായിരുന്നാലും ഇന്ന് നയരൂപീകരണത്തിന്റെ കരട് അത് ന്യൂസ് മലയാളം അതിന്റെ രേഖ പുറത്തുവിട്ടിരുന്നു. ഇതിൽ മലയാള സിനിമയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുക, ഈ പ്രത്യേകിച്ച് കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള സാധാരണക്കാരായ അല്ലെങ്കിൽ പുതിയ സിനിമയിലേക്ക് വരുന്ന പുതിയ മുഖങ്ങളെ അടക്കം ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇല്ലായ്മ ചെയ്യണമെന്നടക്കമുള്ള വളരെ സമഗ്രമായ ശുപാർശകളാണ് ഈ റിപ്പോർട്ടിന്മേലുള്ളത്. 2 ദിവസം ഈ റിപ്പോർട്ടിന്മേലുള്ള സമഗ്രമായ ചർച്ചകൾ നടത്തും. മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് മലയാള സിനിമാ ലോകം.